രണ്ട് വായനക്കാർ. ഒരാൾ മൊറോക്കോയിൽ വായന തുടരുന്നു, മറ്റൊരാൾ നമ്മുടെ കണ്ണൂരിനടുത്ത് കൊട്ടിയൂരിൽ വായന അവസാനിപ്പിച്ച് കടന്നുപോയി. മൊറോക്കോയിലെ റബാത്ത് നഗരത്തിൽ പഴയ പുസ്തകങ്ങളുടെ വിൽപ്പനക്കാരനാണ് 72-കാരനായ മുഹമ്മദ് അബ്ദുൾ അസീസ്. 43 വർഷമായി ഒരേയിടത്ത് പുസ്തക വിൽപ്പന നടത്തുന്ന ഇദ്ദേഹം റബാത്തിലെ ഏറ്റവും പഴയ പുസ്തക കച്ചവടക്കാരനാണ്. പാഠപുസ്തകങ്ങൾ വളരെ ചെലവേറിയതിനാൽ അദ്ദേഹത്തിന് ഹൈസ്കൂൾ പൂർത്തിയാക്കാനൊന്നും കഴിഞ്ഞില്ല. 1963 15-ാം വയസ്സിൽ ഒരു മരത്തിനടിയിൽ 9 പുസ്തകങ്ങളുമായി അദ്ദേഹം പുസ്തക വിൽപ്പന ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെ അദ്ദേഹം ഇങ്ങനെ വായനയ്ക്കായി സമയം കണ്ടെത്തുന്നുണ്ട്. ഫ്രഞ്ച്, അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലായി 5000-ലധികം പുസ്തകങ്ങൾ വായിച്ചു തീർത്തിട്ടുണ്ടത്രേ. കടയുടെ പുറത്ത് അടുക്കി വെച്ച പുസ്തകങ്ങൾ അവിടെ തന്നെ സൂക്ഷിക്കുന്നു. അത് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയില്ലേ ഒരിക്കലും ഒരാൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ പ്രസിദ്ധമായ വാചകം ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്: വായിക്കാത്ത ഒരാളും പുസ്തകം മോഷ്ടിക്കില്ല, വായിക്കുന്നവൻ ഒരിക്കലും ഒരു കള്ളനാവാനാവില്ല. അയാൾ വായന ഇപ്പോഴും ഇങ്ങനെ തുടരുന്നു. കൊട്ടിയൂരിനടുത്ത് ഈ അടുത്ത് ഒരു മനുഷ്യൻ കടന്നുപോയി. അദ്ദേഹമാണ് രണ്ടാമത്തെ ആൾ. അയാൾ കടന്നുപോയപ്പോൾ അന്ത്യനിദ്രയിൽ തൻ്റെ പുസ്തകങ്ങളും കൂട്ടിനിരുന്നു. പ്രിയപ്പെട്ട വായനക്കാരനെ യാത്രയാക്കാൻ എഴുത്തുകാർ ചുറ്റുമിരുന്നതുപോലെയായിരുന്നു ബിനോയിയുടെ അടുത്തിരുന്ന പുസ്തകങ്ങൾ. ഒരു വാഹനാപകടത്തിലാണ് ഈ അടുത്ത കാലത്ത് ബിനോയ് മരണപ്പെട്ടത്. ബിനോയിയുടെ മരണവും ജീവിതവും ഒത്തിരി വേറിട്ട് നിൽക്കുന്നതായി കാണാനിടയായി. റീത്തുകൾക്ക് പകരമായി ബിനോയിയുടെ മൃതദേഹത്തിന് സമീപത്ത് മുഴുവൻ കണ്ടത് പുസ്തകങ്ങളായിരുന്നു. MDയുടെയും മുകുന്ദൻ്റെയും മാധവിക്കുട്ടിയുടെയും പുസ്തകങ്ങൾ, നിറയെ പുസ്തകങ്ങൾ. പുതിയ തലമുറയിലെ എഴുത്തുകാരും അതിലിടം പിടിച്ചിരുന്നു. MDയെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നത് കൊണ്ടാവണം ബിനോയിയുടെ മൃതദേഹത്തിനരികിൽ കൂടുതലും MDയുടെ പുസ്തകങ്ങളായിരുന്നു. പ്രിയപ്പെട്ട വായനക്കാരനെ യാത്രയാക്കാൻ എഴുത്തുകാരിങ്ങനെ ചുറ്റുമിരുന്നത് പോലെയായിരുന്നു ബിനോയിയുടെ അടുത്തിരുന്ന ആ പുസ്തകങ്ങൾ. വായന ബിനോയ്ക്ക് നൽകിയത് എഴുത്തുകാരുമായുള്ള അഗാധമായ ബന്ധമായിരുന്നു. പുസ്തകങ്ങളെ സ്നേഹിച്ചൊരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ കടക്കാരൻ. ഒരു മനുഷ്യനെ വായന എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ 2 ജീവിതങ്ങൾ, ലോകത്തിലെ 2 അറ്റത്തുള്ള 2 ജീവിതങ്ങൾ. A reader lives 1000 lives before he dies.